ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നുമില്ലാത്തതിനാൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുരുതര പ്രതിസന്ധി എന്നൊരു വാർത്ത വരുന്നു. തിങ്കളാഴ്ച മുതൽ ശ്രീചിത്രയിൽ ശസ്ത്രക്രിയ നടത്തില്ല എന്നാണ് അറിയുന്നത്. ഇക്കാര്യം അറിയിച്ച് റേഡിയോളജി മേധാവി ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. കമ്പനികളുമായി കരാർ ഏർപ്പെടുന്നതിൽ മാനേജ്മെന്റിന് വീഴ്ചയെന്നാണ് കത്തിൽ. 2023 ശേഷം കരാറുകൾ പുതുക്കിയിരുന്നില്ല. ഇതോടെ സാധനങ്ങളുടെ വിതരണം കമ്പനി നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ ഏലൂർ, ഗുഡ് മോർണിംഗ് സുനിഷ. ഇപ്പോൾ വരുന്ന വാർത്ത അത്ര ശുഭസൂചകമല്ലല്ലോ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ആർക്കാണ് വീഴ്ച പറ്റിയത്? ശസ്ത്രക്രിയ നടത്തില്ലെന്നൊരു വകുപ്പ് മേധാവി അയച്ച കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഗുരുതരമാണോ ശ്രീചിത്രയിലെ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുരുതരമാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് കുറച്ച് ദിവസങ്ങളായി കുറച്ച് കാലങ്ങളായി ശ്രീചിത്രയിൽ നടക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ വലിയ രൂക്ഷമായതോടുകൂടിയാണ് റേഡിയോളജി വിഭാഗം മേധാവി അടക്കം ഇപ്പോൾ ഡയറക്ടർക്ക് കത്ത് നൽകേണ്ട അവസ്ഥ. അതായത് തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ നടക്കില്ല, ഈ ഉപകരണങ്ങൾ എത്താതെ ഇനി നടത്താൻ കഴിയില്ല എന്ന് ഒരു മേധാവിക്ക് കത്തയക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ്. അതായത് പ്രധാനമായും ചില ഉപകരണങ്ങൾ, മരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ശ്രീചിത്രയിലേക്ക് എത്തുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കരാർ കമ്പനികളുമായുള്ള കോൺട്രാക്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. 2023 കഴിഞ്ഞിരുന്നത്. പിന്നീട് അത് പുതുക്കാനോ മറ്റു കാര്യങ്ങളിലേക്കോ മാനേജ്മെന്റ് കടന്നില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപമായി ഉയരുന്നത്. അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം ഓരോ വർഷവും ഈ കരാറുകൾ പുതുക്കുന്നതാണ് സാധാരണയുള്ള രീതി. അങ്ങനെയാണെങ്കിലാണ് കമ്പനി സാധാരണ രീതിയിൽ ഈ ഉപകരണങ്ങളുടെ വില കുറക്കുകയാണെങ്കിലും ഏത് തരത്തിലുള്ള ആനുകൂല്യങ്ങളും അത് ആശുപത്രിക്കും കമ്പനികൾക്കും ലഭിക്കുക. അത്തരത്തിലായിരുന്നു സാധാരണ രീതിയിൽ ഓരോ വർഷവും പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാറ്. പക്ഷേ 2023 ശേഷം ഈ കരാറുകൾ പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാനേജ്മെന്റിന് പറ്റിയ വീഴ്ചയാണ്. നേരത്തെ തന്നെ ഈ ഡോക്ടർമാരുൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ കൃത്യമായി പ്രത്യേകിച്ച് പെട്ടെന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ചില ഉപകരണങ്ങളൊക്കെ തന്നെയും എത്തിച്ചിരുന്നു. പക്ഷേ കരാറ് നിർത്തിയതോടുകൂടി ഈ കമ്പനികൾ അതുകൂടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാധനങ്ങൾ എത്താതെ വന്നു. അതോടുകൂടിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇനി തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ നടത്തില്ല എന്ന് മേധാവികൾ പറയുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. ഈ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ചികിത്സ ഇനി അങ്ങോട്ട് ലഭ്യമാകില്ല എന്നുള്ളൊരു ആശങ്ക കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ ഹൃദയത്തിലെ സുഷിരത്തിനുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നട്ടെല്ലിനും തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിൽ തന്നെ പക്ഷാഘാതത്തിനുള്ള ചികിത്സ നൽകുന്ന സ്ഥലമാണ് ഈ ശ്രീചിത്ര. അതിനുള്ള ചികിത്സാ മെറ്റീരിയൽ കൂടി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി പൂർണ്ണമായും പല ശസ്ത്രക്രിയകളും നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് ശ്രീചിത്ര കടക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ ആരും തന്നെ ഫോൺ എടുത്തിരുന്നില്ല. അവരുടെ ഭാഗം കൂടി മാനേജ്മെന്റ് എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ, പല രോഗികളും പലരെയും കൊണ്ട് ഇത്തരത്തിൽ ശസ്ത്രക്രിയക്കായും കാണിക്കാനുമായി പോകുമ്പോൾ മെഡിക്കൽ സൂപ്രണ്ട് നൽകുന്ന മറുപടി മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ ചികിത്സ നടത്താൻ കഴിയില്ല, മറ്റൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു കത്തുകൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു രോഗിയുടെ അടുത്തയാൾ ഈ സൂപ്രണ്ടിന് നൽകിയ ഒരു കത്താണ്. മെറ്റീരിയൽ ഇല്ല എങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി നൽകാമെന്ന് ഒരു രോഗിക്കോ രോഗിയുടെ വേണ്ടപ്പെട്ടവർക്കോ പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്.